കാറുകൾ ഓടിക്കുമ്പോൾ നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് കാറുകളുടെ സ്റ്റിയറിംഗ് വീൽ നടുവിലല്ലാതെ വശത്ത് വെക്കുന്നത്? ഇതിന്റെ പിന്നിൽ ഒരു ചെറിയ ചരിത്രവും ചില പ്രധാന കാരണങ്ങളുമുണ്ട്. കാറുകൾ വരുന്നതിനു മുമ്പ് ആളുകൾ പ്രധാനമായും കുതിരവണ്ടികൾ ഉപയോഗിച്ചിരുന്നതാണ്. ആ കാലത്ത് വണ്ടി ഓടിക്കുന്ന ആള് സാധാരണയായി വണ്ടിയുടെ ഒരു വശത്തിരുന്ന് കുതിരയെ നിയന്ത്രിക്കുമായിരുന്നു. പിന്നീട് കാറുകൾ നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ നിർമ്മാതാക്കൾ ആ രീതിയാണ് തുടർന്നത്. ആദ്യകാല കാറുകളിൽ പോലും സ്റ്റിയറിംഗ് വീൽ ഉണ്ടായിരുന്നില്ല. ഉദാഹരണത്തിന്, ലോകത്തിലെ ആദ്യകാല വാഹനങ്ങളിലൊന്നായ ബെൻസ് പേറ്റന്റ് മോട്ടോർ വാഗൺ എന്ന വാഹനത്തിൽ സ്റ്റിയറിംഗ് വീലിന് പകരം ഒരു ലീവർ ഉപയോഗിച്ചാണ് വാഹനം തിരിച്ചത്. പിന്നീട് 1894 നടന്ന പാരിസ് റോവൻ റേസ് എന്ന കാർ മത്സരത്തിൽ സ്റ്റിയറിംഗ് വീൽ ഉപയോഗിച്ച വാഹനങ്ങൾ ശ്രദ്ധ നേടി. അതിനുശേഷം സ്റ്റിയറിംഗ് വീൽ പതിയെ എല്ലാ കാറുകളിലും സാധാരണമായി മാറി. പക്ഷേ മറ്റൊരു പ്രധാന ചോദ്യമുണ്ടായി: സ്റ്റിയറിംഗ് ഏത് വശത്ത് വയ്ക്കണം? ഇത് ഓരോ രാജ്യത്തെയും റോഡ് നിയമങ്ങൾ അനുസരിച്ചാണ് തീരുമാനിച്ചത്. ഇന്ത്യയും യുണൈറ്റഡ് കിങ്ഡമും പോലുള്ള രാജ്യങ്ങളിൽ വാഹനങ്ങൾ റോഡിന്റെ ഇടതുവശമാണ് പോകുന്നത്. അതിനാൽ ഡ്രൈവർക്ക് റോഡിന്റെ നടുവ് വ്യക്തമായി കാണാൻ സ്റ്റിയറിംഗ് വലതുവശത്ത് വയ്ക്കുന്നു. പക്ഷേ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ജർമ്മനിയും പോലുള്ള രാജ്യങ്ങളിൽ വാഹനങ്ങൾ വലതുവശമാണ് പോകുന്നത്. അതിനാൽ അവിടെ സ്റ്റിയറിംഗ് ഇടതുവശത്താണ്. ഇതിനു പുറമെ മറ്റൊരു കാരണവുമുണ്ട്. സാധാരണ കാറുകൾ 4 അല്ലെങ്കിൽ 5 പേർക്ക് യാത്ര ചെയ്യാൻ രൂപകൽപ്പന ചെയ്തതാണ്. സ്റ്റിയറിംഗ് നടുവിലായിരുന്നാൽ യാത്രക്കാർക്ക് ഇരിക്കാൻ സ്ഥലം കുറയും. കൂടാതെ ഗിയർ, ബ്രേക്ക്, ആക്സിലറേറ്റർ എന്നിവയും ഡ്രൈവറുടെ സീറ്റിനെ ചുറ്റിപ്പറ്റിയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ചില പ്രത്യേക സൂപ്പർ കാറുകളിൽ സ്റ്റിയറിംഗ് നടുവിൽ കാണാം. ഉദാഹരണത്തിന് പ്രശസ്തമായ മെക്ലാരൻ F1. പക്ഷേ സാധാരണ യാത്രയ്ക്കുള്ള കാറുകളിൽ ഇത് പ്രായോഗികമല്ല. അതിനാൽ ഇന്ന് നമ്മൾ കാണുന്ന സ്റ്റിയറിംഗ് സ്ഥാനം കുതിരവണ്ടികളുടെ പഴയ രീതിയും റോഡ് നിയമങ്ങളും വാഹന ഡിസൈനും ചേർന്നുണ്ടായതാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ രസകരമായ വിവരങ്ങൾക്കായി വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.